ആലോചിക്കാറുണ്ട് ഈ എന്തുകൊണ്ടാണ് ആളുകൾ ഈ വൃത്തിയുള്ളതിനെ, നല്ലതിനെ, ശുദ്ധമായതിനെ സ്വീകരിക്കുന്നതിന് പകരം ശുദ്ധമായത് വിതരണം ചെയ്യുന്നതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നത്? വളരെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഹലാൽ ഫുഡിനെതിരെ RSSകാരും നിരീശ്വരവാദികളും ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ ഹലാൽ ഫുഡിനെതിരെ ശബ്ദിക്കുന്ന ഒരു വിചിത്രമായ രീതിയാണ് കാണുന്നത്. ഹലാൽ ഫുഡ് എന്നുള്ളത് ശുദ്ധമായ ഭക്ഷണം എന്നുള്ളതാണ്. വൃത്തിയുള്ള, ചാകാത്ത മൃഗങ്ങളുടെ, ആരോഗ്യമുള്ള മൃഗങ്ങളെ അറുത്ത ഭക്ഷണം എന്നുള്ളതാണ് അതിന്റെ ഒരു മാന. പക്ഷെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് വൃത്തിയുള്ളതും ശുദ്ധമായ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് ഒരു ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. നമ്മൾ ഭക്ഷിക്കുന്ന സാധനം വൃത്തിയുള്ളതാകട്ടെ എന്നല്ലേ നമ്മൾ പറയാം. മാത്രമല്ല ഹറാം ഫുഡ് കിട്ടും, അതായത് വൃത്തികെട്ട അശുദ്ധമായ ഭക്ഷണം നമുക്ക് തരാം, ഞങ്ങൾക്ക് അത് മതി എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. എന്തുകൊണ്ടാണ് നല്ലതിനെ സ്വീകരിക്കുന്ന ആളുകൾക്ക് മടി എന്ന് എപ്പോഴും ആലോചിക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ സൃഷ്ടിച്ചത് എന്നെയും നിങ്ങളെയും, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും എല്ലാ ആളുകളെയും, എല്ലാ മനുഷ്യരെയും, മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ സൃഷ്ടിച്ചത് ഒരേ ഒരു സൃഷ്ടാവാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവെല്ലാം ഒരൊറ്റ സൃഷ്ടാവാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും യുക്തിഭദ്രമായിട്ടുള്ളൊരു കാര്യം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഈശ്വര വിശ്വാസികളാണ്. സൃഷ്ടാവുണ്ട്, ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നില്ല? ഒരു ഇലാഹുമില്ല അള്ളാഹു അല്ലാതെ എന്നുള്ളത് ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? വളരെ സ്വീകാര്യമായിട്ടുള്ള, നമ്മളുടെ യുക്തിക്കും ബുദ്ധിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് പോലും എന്തുകൊണ്ട് ആളുകളെ എതിർക്കുന്നു എന്നെനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ എന്തുകൊണ്ട് ഹലാൽ എന്ന് പവിത്രമായ ഭക്ഷണങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം സ്വീകരിക്കാൻ ആളുകൾ സന്നദ്ധമാകില്ലല്ലോ. ഖുർആനിലൊരു വചനമുണ്ട്, അള്ളാഹു എന്നുള്ള പരിശുദ്ധമായതാണ് ഈ ഖുർആൻ, ഈ പരിശുദ്ധ ഗ്രന്ഥം. പക്ഷെ അത് ഹൃദയശുദ്ധിയുള്ള ആളുകൾ മാത്രമേ അത് സ്പർശിക്കുള്ളൂ എന്നുള്ളതാണ്. അതന്നെയാണ് കാര്യം. നമ്മൾ എല്ലാ മനുഷ്യരും ശുദ്ധ പ്രകൃതിയോട് കൂടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധരാണ്, വളരെ നിർമ്മലമായ ഹൃദയമാണ്. പക്ഷെ അവർ ഈ ഭൂമിയിൽ അവർ ജീവിച്ചു തുടങ്ങുമ്പോൾ, അവരുടെ മനസ്സ് വികസിക്കാൻ തുടങ്ങുമ്പോൾ, അവർ തന്നെ സ്വന്തത്തെ പൂജിക്കാൻ തുടങ്ങും. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അഭിലാഷങ്ങൾ, അവരുടെ ഇച്ഛകൾ അതിന്റെ അടിമകളായി മാറും. അവർക്ക് അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. മറ്റൊരു ദൈവിക സങ്കല്പം പോലും അതല്ലെങ്കിൽ അവരുടെ വിശ്വാസം പോലും സ്വന്തത്തെ സംതൃപ്തിപ്പെടുത്തും ഒന്നിനെ മാത്രമേ അവർ പിന്തുടരുകയുള്ളൂ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, മനുഷ്യരെല്ലാവരും ഒരുപോലെയാണ്, എല്ലാ മനുഷ്യരുടെയും പ്രകൃതം ഒന്നാണെന്നുള്ള നമുക്കറിയാം. പക്ഷെ മനുഷ്യരിൽ ഉയർന്ന ജാതിയുണ്ട്, താഴ്ന്ന ജാതിയുണ്ട് എന്നൊക്കെ പറയുന്നത് തൊടാൻ പോലും അർഹതയില്ലാത്ത, ദൃഷ്ടിയിൽപ്പെട്ടാൽ തന്നെ അത് ശകുനമാകുന്ന മനുഷ്യരുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട്. അത് നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ജീവിച്ച തലമുറയുണ്ട്. അതിന് പിന്തുടർന്നവർക്കാർ ഇന്നുമുണ്ട്. അടുത്തിരുന്നതിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോരുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം. അവരും ഞാനും ഒന്ന് തന്നെയാണ്. എന്റെ ബ്ലഡ് കെമിസ്ട്രിയും അവന്റെ ബ്ലഡ് കെമിസ്ട്രിയും, എന്റെ തലച്ചോറും അവന്റെ തലച്ചോറും ഒക്കെ ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല എന്നറിയാം. പക്ഷെ നമ്മൾ ഊറ്റം കൊള്ളുന്ന എന്റെ ജാതി, എന്റെ കുലം അത് ഉയർന്നതാണ്, അവൻ്റെത് താഴ്ന്നതാണ്, എന്റെ അടുത്തിരിക്കാൻ, എന്റെ ദൃഷ്ടിയിൽ പോലും വരാൻ യോഗ്യരല്ലാത്ത ആളുകളാണെന്ന് ചിന്തിക്കുന്നവരാണ് മഹാഭൂരിപക്ഷ ആളുകൾ. ഇത് നമ്മുടെ യുക്തിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എല്ലാ വിശ്വാസവും നമ്മളെ നയിക്കുന്ന എല്ലാ ചിന്താഗതിയും എല്ലാം അതിന്റെ ബാക്കിലുള്ള ബാക്ക് ബോൺ എന്നുള്ളത്, അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് എന്റെ അഹം എന്ന ബോധമാണ്, ഞാൻ എന്ന ബോധം, എന്റെ സുഖം, എന്റെ താല്പര്യം, അതിനപ്പുറത്തൊന്നുമില്ല. അത് എന്റെ സുഖത്തിന് വേണ്ടിയിട്ട് 2 വയസ്സായ കുട്ടിയെ ബലാത്സംഗം ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്യാം. എന്റെ സംതൃപ്തിക്ക് വേണ്ടി മകനുമായിട്ട് ലൈംഗിക ബന്ധം ഏർപ്പെടുത്തണമെങ്കിൽ അത് ചെയ്യാം. എല്ലാം തീരുമാനിക്കുന്നത്, ശരി തെറ്റുകളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണെന്നുള്ള അഹംബോധമാണ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ യുക്തിയോ ബുദ്ധിയോ ഒന്നുമല്ല, നീതിയോ ഒന്നുമല്ല. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളുടെ നീതിന്യായ വ്യവസ്ഥയിൽ പോകുന്നത് അത് ഇത്തരത്തിലുള്ള ആളുകൾ, ഈ തെമ്മാടികൾ, സ്വന്തത്തെ പൂജിക്കുന്ന, സ്വന്തം താല്പര്യത്തെ മാത്രം പൂജിക്കുന്ന ആളുകളുടെ അവരുടെ ആധിക്യം കാരണം നമ്മളുടെ ഭരണകൂടത്തിലും നമ്മളുടെ നേതാക്കളിലും ഒക്കെ അത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവുകയാണ്. നീതി നിഷേധം ഒരു തുടർക്കഥയാകുകയാണ്. ഇപ്പൊ അലൻ താഹ വിഷയത്തിൽ ഒരേ കേസിൽ ഒരാൾക്ക് ജാമ്യം അനുവദിക്കും, മറ്റാൾക്ക് ജാമ്യം നിഷേധിക്കുകയും ചെയ്യപ്പെടുന്ന വിശേഷം. അതിന്റെ പിന്നിലുള്ളത് തികഞ്ഞ വർഗീയതയാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത്? ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും പോകുന്നതിന്റെ കാരണം ശുദ്ധമായ ഹൃദയമുള്ള ആളുകൾ മാത്രമേ സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുകയുള്ളൂ. അശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ആളുകൾ അവരെപ്പോഴും തിന്മയുടെ ആളുകളാവും. ഞങ്ങൾ ഹറാമിന്റെ ആളുകളാണ്, ഞങ്ങൾ ഹറാമ് മാത്രമേ, ചത്തത്
മാത്രം ഞങ്ങൾക്ക് മതി എന്ന് ചാകാത്ത ഭക്ഷണം, ജീവനുള്ള സാധനത്തിന് നല്ല രീതിയിൽ ഉള്ള ഭക്ഷണം അത് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ചത്ത് മലച്ചതിനെ ഒക്കെ രോഗം വന്ന് ചത്താലും വേണ്ട, അത് ഞങ്ങൾ തിന്നോളാം, ഭക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്ന ഒരു ധാർഷ്ട്യത്തിലേക്ക് മനുഷ്യർ എത്തും എന്നുള്ള. അപ്പൊ ഇവർ ശക്തി പ്രാപിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇത്തരത്തിലുള്ള തെമ്മാടികൾ സമൂഹത്തിൽ ശക്തി പ്രാപിക്കുമ്പോൾ അക്രമം പെരുകും. അപ്പൊ ഈ നന്മയുടെ വക്താക്കൾ സംഘടിക്കുകയും ഇത്തരം തിന്മകൾക്കെതിരെ പോരാടുകയും ചെയ്യുക. അതാണ് നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്സിന്റെ ഒക്കെ പിന്നിൽ ഉണ്ടാകേണ്ടത്. തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായ രീതിയിൽ സംഘടിക്കാനും അവർക്കെതിരെ പോരാടാനും ഒക്കെ തയ്യാറാണ്. അതാണ് രാഷ്ട്രീയത്തിന്റെ ബാക്ക് ബോൺ ആകേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ചിന്താഗതികളുള്ള രാഷ്ട്രീയ സംഘങ്ങളൊന്നും യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല പരസ്പരം ഭിന്നിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. അപ്പോഴാണ് നമ്മുടെ NRC പോലുള്ള സംഗതികളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അമിത് ഷാജിയൊക്കെ നമുക്ക് ഒരുക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളൊക്കെ നമുക്കായിട്ട് അവിടെ ഒരുക്കി തന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇരകൾ എന്നുള്ള പ്രൈമറി ഫസ്റ്റ് ഇര എന്നുള്ളത് മുസ്ലിങ്ങളാണ്. ടാർഗറ്റഡ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത് ടാർഗറ്റഡ് ആണ്. ഇത്തരത്തിലുള്ള നീതി നിഷേധം, പച്ചയായിട്ടുള്ള അലന്താഹ വിധി പോലുള്ള, ബാബരി മസ്ജിദ് വിധി പോലുള്ള നീതി നിഷേധങ്ങൾ സമൂഹത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഒരു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന്, മുസ്ലിങ്ങളിൽ നിന്നല്ല മുഖ്യധാരയിൽ നിന്ന് അതിനെയൊക്കെ സ്വീകരിച്ച മട്ടാണ് അത് യാഥാർത്ഥ്യത്തിൽ. അതായത് ജർമ്മനിയിലെ ജൂത സമൂഹത്തെ വംശഹത്യക്ക് മുന്നേ അതിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഉൾക്കൊള്ളുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ഗ്യാസ് ചാമ്പലിട്ട് കൊല്ലാൻ ഉതകുന്ന രീതിയിൽ ആ സമൂഹത്തിന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട്. ആ തരത്തിലുള്ള ഒരു പാകപ്പെടുകൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള നീതി നിഷേധങ്ങളെ, പച്ചയായിട്ടുള്ള അക്രമങ്ങളെയൊക്കെ എതിരെ പ്രതികരിക്കേണ്ട സമൂഹം പ്രതികരിക്കാത്തത്, അത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തേണ്ട കാര്യമാണ്. മാത്രമല്ല മുസ്ലിം കമ്മ്യൂണിറ്റി, ഇരകളാക്കപ്പെട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സ്ഥിതിയും വളരെ ശോചനീയ അവസ്ഥയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തത്തിൽ ഭീകരവൽക്കരിക്കപ്പെടാൻ അവർ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തിന്റെ ഉള്ളടക്കം അത് ഭീകരതയാണ് എന്ന് പറയുന്നത് RSSകാരല്ല, അത് ഇടതുപക്ഷമാണ്. പക്ഷെ അത്രക്കധികം പൊതു മനസ്സ് മുസ്ലിങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിങ്ങളുള്ള ഒരുപാട് കക്ഷികൾ അവർ പരസ്പരം ഞങ്ങളല്ല ഭീകരവാദി, നീയാണ് ഭീകരവാദി, അതല്ല നീയല്ല ഭീകരവാദി, നീയാണ് ഭീകരവാദി എന്ന് പറയാൻ മത്സരിച്ചു കൊണ്ടിരിക്കണം. ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വിഭാഗത്തിന് സുഡാപ്പികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതൊരു മനസ്സാണ്, അതൊരു ഒരു ചിന്താധാരയാണ്. അതായത് ഭാരതത്തിന്റെ അഭ്യന്തര ശത്രു അത് സംഘപരിവാർ സംഘങ്ങളാണ്, ഫാഷിസമാണ്. ഫാഷിസത്തിനെ ചെറുത്തു തോൽപ്പിക്കലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന ഒരു ചിന്താധാര. ആ ചിന്താധാരക്ക് പുറത്തുള്ള ആളുകളൊക്കെ പരസ്പരം ചളി വാരി എറിയുന്ന ഒരു സാഹചര്യമാണത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് പോകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളുടെ അടിസ്ഥാനം അതാണ്. ഈ മുസ്ലിം സംഘങ്ങളൊക്കെ തന്നെ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മുസ്ലിം സുന്നികൾ പോലുള്ള മുസ്ലിം സംഘടനകളൊക്കെ തന്നെ മക്ക കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങളും യാതനകളൊക്കെ മക്ക കാലഘട്ടത്തിനോട് ഉപമിക്കുകയാണ്. ഇത് മക്ക കാലഘട്ടമാണ് എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ, ഇപ്പോൾ അമിത് ഷാജി RSSകാർ നമുക്ക് ഒരുക്കി തരുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിനെയൊക്കെ ഇവർ ന്യായീകരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഷായിബ് ബിൻ അബി ത്വാലിബിന് മുസ്ലിം റസൂലിനെയും കുടുംബത്തെയും ഒക്കെ ഉപരോധിച്ചതുപോലുള്ള ഒരു ഉപരോധമാണ്. അതും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പല്ലേ. അതുകൊണ്ട് ഇതും ആ മാർഗത്തിലുള്ള ജിഹാദായിട്ടൊക്കെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഒന്നുകൂടി കടം തട്ടി ചിലപ്പോൾ ഇവർ പരിഗണിക്കും. കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഞങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും കുഴപ്പമില്ല, കാരണം അത് പ്രവാചകനും സഹാബത്തൊക്കെ നേരിട്ട തരത്തിലുള്ള ഒരു പരീക്ഷണം, അത് തന്നെയാണ് ഞങ്ങളെ നേരിടുക, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഇവർ ചിലപ്പോൾ ഒരു നിവേദനമൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അമിത് ഷാജി പോലുള്ള RSS നേതാക്കൾ പോലും അവരൊക്കെ ഭരണാധികാരികളാണ്. ഭരണാധികാരികൾക്കെതിരെ ശബ്ദിക്കുക, ഭരണാധികാരികൾക്കെതിരെ തിരിയുക എന്നുള്ളതൊക്കെ ഖവാരിജീസാണ്. അതൊക്കെ നരകത്തിലെ നായകളുടെ പ്രവൃത്തിയാണ്. ഇതാണ് ഈ സലഫി കുട്ടികളൊക്കെ നമ്മളെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഒരു നിവേദനം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ ഭരണാധികാരി, ഇവരുടെയൊക്കെ നേതാക്കളാണല്ലോ അമിത് ഷാജിമാരൊക്കെ, അവരൊക്കെ നിവേദനം കൊടുക്കാൻ സാധ്യതയുണ്ട്. ഈ പറയപ്പെട്ടുള്ള ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഞങ്ങൾ പോവാം, പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗണ്ണന പ്രസംഗമൊക്കെ നടത്താനുള്ള വേദി ഒരുക്കി തന്നാൽ മതി എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ തമാശ പറയില്ല. അവരുടെയൊക്കെ നിലപാടുകൾ കാണുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. പക്ഷെ ഈ പറയപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടന അവരും നിവേദനം കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇതിൽ ഈ അനുസരണയില്ലാത്ത നരകത്തിന്റെ നായകളായിട്ടുള്ള ഒരു വിഭാഗങ്ങളുണ്ട്. അമിത് ഷാജിയും RSSന്റെയും തിട്ടൂരത്തെയും അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ച് ഇതിന്റെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് പുറത്ത് കടക്കുന്ന ചില വിഭാഗ ആളുകളുണ്ടാവും. അവർ തീവ്രവാദികളാണെന്നാണ് വെപ്പ്, അവർ സുഡാപ്പികളാണെന്നാണ് വെപ്പ്. അപ്പൊ അവർ പുറത്തുള്ളത് കൊണ്ട് ഒരുപാട് ചോരയുടെ ആവശ്യം ഉണ്ടാവും. അപ്പൊ ആ ചോര കൊടുക്കാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധമായിട്ട്, ഞങ്ങൾ സോളിഡാരിറ്റിക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഇവിടെ സന്നദ്ധമായിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ അതിനുള്ള അവസരം ഞങ്ങൾക്ക്
ഒക്കെ പറഞ്ഞിട്ട് നിവേദനം ഞാൻ തമാശ പറയല്ല, തമാശയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആളുകളുടെയൊക്കെ സമീപനം ഈ രീതിയിലാണ്. ഈ ഇത്രയും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സംഘപരിവാർ ഭീകരതയും മൊത്തത്തിലുള്ള ഇവിടുത്തെ ഭരണകൂട ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വലിഞ്ഞു മുറിഞ്ഞിട്ടുള്ള ഈ സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ ഒന്ന് ഒരുമിച്ച് നിന്ന് ചെറുക്കാൻ താല്പര്യം കാണിക്കാതെ പരസ്പരം തീവ്രവാദ ഭീകരവാദ മുദ്ര ചാർത്താൻ താല്പര്യപ്പെടുന്ന മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹം ഇത് ഇങ്ങനെയല്ലാതെ ഏതവസ്ഥയിലാണ് ഇവരെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുക? അപ്പൊ അങ്ങനെ ഈ രീതിയിൽ നിന്നൊരു മാറിയിട്ടുള്ള, നമ്മൾ പറയില്ലേ 1000 വർഷം അതല്ലെങ്കിൽ 1000 വർഷം അടിമയായി ജീവിക്കുന്നതിനാൽ ഒരു ദിവസം സിംഹമായി ജീവിക്കുകയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് അടിമയായിട്ട് ജീവിച്ചാൽ മതി, അടിമത്വം. അതല്ലാതെ സർവശക്തനായ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം അടിമത്വം വെച്ചിട്ടുള്ള, അടിമത്വം എന്നുള്ളത് അള്ളാഹിന്റെ മുന്നിൽ മാത്രം ശിരസ് നമിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കൊടിക്കീറിൽ നിന്നും ഇത്തരത്തിലുള്ള RSSനോട് മൃദു സമീപനം സ്വീകരിക്കുന്ന, RSSന്റെ മുന്നിൽ മുട്ടിലെഴുയുന്ന സമീപനം സ്വീകരിക്കുന്ന കാക്കത്തൊള്ളായിരം സംഘടനകളോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് ഈ സുഡാപ്പിസം, ഞാൻ STP എന്നുള്ള സംഘം എന്നുള്ള നിലക്കല്ല, ഈ ഒരു കലഹം, അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് കലഹിക്കാൻ പോന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ മൂവ്മെന്റിന്റെ കൂടെ അണിചേരുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് വരിവരിയായിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മളിത് മക്ക കാലഘട്ടം ഷാഹിബ് ബിൻ അബി താലിബ് റസൂലും കുടുംബമൊക്കെ സഹിച്ചിട്ടുണ്ട്, അതുപോലുള്ള ഒരു സഹനം മാത്രമാണ് എന്ന് പറഞ്ഞ് നിന്ദ്യരാകേണ്ടി വരും. അത് അവിടെ കൊണ്ട് നിന്ദ്യരാവേണ്ടി വരികയില്ല, അള്ളാഹുവിന്റെ മുന്നിലും നിന്ദ്യതയും പതിത്വവും ഏറ്റുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.